അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ നഈമി വിഷൻ കുടുംബങ്ങളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രത്യേകിച്ച് നമ്മുടെ വരുമാനം വർദ്ധിക്കാനും ശക്തമായ ഇപ്പം പനിയുടെ ഒരു സീസണാണ്, ഒരുപാട് പേര് പനി പിടിച്ച് കിടപ്പിലാണ്. അതിന് പരിഹാരമായ ഒരു മാർഗമാണ് പറഞ്ഞു തരുന്നത്. ശക്തമായ പനി മാറാൻ പെട്ടെന്ന് സുഖമാകാൻ വേണ്ടി ഉപകരിക്കുന്നതും എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യമായതും, അതുപോലെ ശൈത്വാൻ്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ വേദനകൾ മാറാൻ, അതുപോലെ തന്നെ കൃഷിക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ, കൃഷിക്ക് ദോഷം സംഭവിക്കാതിരിക്കാൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക്, സകല ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആവശ്യമായ പല പരിഹാരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ നമുക്കൊക്കെ അറിയാം. അർ-റഹ്മാൻ സൂറത്ത്, ആ സൂറത്ത് ഇതിനെ ധാരാളമായി ഓതുന്നവൻ അള്ളാഹുവിന് നന്ദിയുള്ളവനായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സൂറത്തുർ റഹ്മാൻ ധാരാളമായി നമ്മൾ പാരായണം ചെയ്താൽ നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവനാകും. നന്ദി ചെയ്താനുള്ള ഗുണം എന്താ? നമ്മൾ നന്ദി ചെയ്താൽ അള്ളാഹു വീണ്ടും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്താൽ അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ തരും. നന്ദി ചെയ്യാത്തവന് അള്ളാഹു അനുഗ്രഹങ്ങൾ പിന്നെ തരൂല. നന്ദി ചെയ്യാത്തവന് അനുഗ്രഹങ്ങൾ പിന്നെ കുറച്ച് കൊണ്ടുവരും. അള്ളാഹു നന്ദി ചെയ്യണം. നന്ദി ചെയ്താൽ അള്ളാഹു ഇനിയും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ അള്ളാഹുവിന് നന്ദിയുള്ളവനായി മാറാൻ ഉപകരിക്കുന്ന ഒന്നാണ് സൂറത്തുർ റഹ്മാൻ ധാരാളമായി പാരായണം ചെയ്യുക എന്നത്. അതുപോലെ മറ്റൊന്നെന്താണ്? ഈ സൂറത്തുർ റഹ്മാൻ കണ്ണ് സംബന്ധമായ രോഗങ്ങൾക്ക് ഉപകാരമാണ്. ഈ സൂറത്തിനെ എഴുതി കെട്ടിയാൽ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ മാറുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി നമ്മുടെ ആവശ്യങ്ങൾ വീടാൻ വേണ്ടി ഈ സൂറത്തിനെ 11 പ്രാവശ്യം ഓതി നമ്മുടെ ആവശ്യം ചോദിച്ചാൽ അത് പൂർത്തീകരിച്ച് കിട്ടുന്നതാണ്. സൂറത്തുർ റഹ്മാൻ 11 പ്രാവശ്യം ഓതുക. വലിയ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സൂറത്തുർ റഹ്മാൻ 11 പ്രാവശ്യം ഓതി ദുആരക്കുക. എന്നാൽ ആ ഉദ്ദേശം പൂർത്തീകരിച്ച് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്ത് ഏതാ? സൂറത്തുർ റഹ്മാൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്ത് ഏതാ സൂറത്ത്? സൂറത്തുൽ വാഖിഅ. നമുക്കൊക്കെ അറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ഓതണമെന്ന് പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, സമ്പത്ത് വർദ്ധിക്കും, വരുമാനം വർദ്ധിക്കും. അത് തെറ്റില്ലാതെ ഓതണം. പലരും ഓതുന്നുണ്ട്, പക്ഷെ പൊട്ട തെറ്റാ ഓതുന്നത്. അങ്ങനെ ആവരുത്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിൽ സൂറത്തുൽ വാഖിഅ അടിച്ചു നോക്കി കേട്ട് പഠിക്കണം. വലിയവർക്ക് ഇനിയിപ്പോൾ പഠിക്കാൻ സൗകര്യമില്ലെങ്കിൽ അത് യൂട്യൂബിൽ അടിച്ചു നോക്കി നല്ലതുപോലെ ഓതിയ ഖിറാഅത്തുണ്ടാകും, അത് കേട്ട് പഠിക്കണം. അപ്പോൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ നമുക്ക് വരുമാനം വർദ്ധിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഈ സൂറത്തിനെ നിത്യവും ഓതിയവന് വരുമാനത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയില്ലെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ, ഈ സൂറത്തിന് സൂറത്തുൽ വാഖിഅ ഓതി മന്ത്രിച്ചൂതിയാൽ രോഗശമനമുണ്ടാകും. രോഗിക്ക് മന്ത്രിച്ചൂതിയാൽ രോഗശമനമുണ്ടാകുമെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളിലും, സകലമാന ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സൂറത്ത് മതി. ഇത് സൂറത്തുൽ വാഖിഅ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ഓതുന്നവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ വാഖിഅ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഹദീദ്. ഈ സൂറത്തുൽ ഹദീദിലെ 57ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഹദീദ്. ഈ സൂറത്തിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ കടുത്ത ശക്തമായ പനിക്കും ശരീരവേദനയ്ക്കുമൊക്കെ അത്യുത്തമമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. എന്താ ചെയ്യേണ്ടത്? ഇത് ഓതി മന്ത്രിച്ചൂതിയാൽ മതി. അപ്പം പനിയുള്ളവർക്ക് സ്വന്തമായിട്ട് മന്ത്രിച്ചൂതാം, ഒരാൾ മന്ത്രിച്ചവർക്ക് മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പം എന്താ ചെയ്യേണ്ടത്? സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ വാഖിഅ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്താണ്. സൂറത്തുൽ വാഖിഅ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തുൽ ഹദീദ്. ആ സൂറത്തുൽ ഹദീദ് 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ, ആദ്യത്തെ 6 ആയത്തുകൾ മന്ത്രിച്ചൂതിയാൽ, പനിയുള്ളവർക്ക് മന്ത്രിച്ചൂതിയാൽ
അവരുടെ പനി പമ്പ കടക്കുന്നതാണ്. എത്ര ശക്തമായ പനിയാണെങ്കിലും മാറുന്നതാണ്. അപ്പം നമുക്കൊക്കെ ചെയ്യാം. നമ്മുടെ വീട്ടിൽ വളരെ ഉപകരിക്കുന്ന ഒന്നാണ്. എപ്പോഴും പനി വരും, കുട്ടികൾക്ക് പനി വരും, മുതിർന്നവർക്ക് പനി വരും, ശക്തമായ പനി പിടിച്ച് കിടപ്പിലാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സൂറത്തുൽ ഹദീദ് ഓതി സൂറത്തുൽ ഹദീദിലെ ആദ്യത്തെ 6 ആയത്തുകൾ ഓതി മന്ത്രിച്ചു കൊടുക്കണം. അടുത്തത് എന്താണ്? സൂറത്തുൽ മുജാദില. 58ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുജാദില. ഷൈത്വാന്റെ സകല ഷർറും മാറാൻ ഇത് ഉപകരിക്കുന്നതാണ്. ഈ സൂറത്തിനെ രാത്രിയും പകലും ഓതി വന്നാൽ ഷൈത്വാന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ സൂറത്തിനെ എഴുതിയിട്ട് ധാന്യത്തിൽ വെച്ചാൽ അതിന് യാതൊരു ദോഷവും വരില്ല. ധാന്യം കേടാകാതിരിക്കും. അല്പം ഗോഡൗണിലൊക്കെ ധാന്യങ്ങൾ സൂക്ഷിക്കുന്നവർക്ക് ചെയ്യാം. ഗോഡൗണിലൊക്കെ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന വലിയ മുതലാളിമാരില്ലേ, ബിസിനസ്സുകാരില്ലേ, അവർക്ക് ചെയ്യാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? അറിയുന്നവരെ കൊണ്ട് എന്ത് ചെയ്യണം? സൂറത്തുൽ മുജാദില എഴുതിക്കണം. ഒരു വെള്ള പേപ്പറിൽ A4 ഷീറ്റിലായിട്ട് സൂറത്തുൽ മുജാദില എഴുതിപ്പിച്ച് നിങ്ങളുടെ ധാന്യത്തിൽ കൊണ്ടുപോയി വെക്കുക. ആ ധാന്യം സ്റ്റോക്ക് ചെയ്തിരിക്കും, ഗോഡൗണിൽ കൊണ്ടുപോയി വെക്കണം. ആ ധാന്യത്തിലായിട്ട് വെക്കണം. എന്നാൽ ആ ധാന്യങ്ങൾ കേട് സംഭവിക്കുകയില്ല എന്ന്, അതിന് യാതൊരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. തൊട്ടടുത്ത സൂറത്ത് ഏതാ? സൂറത്തുൽ ഹശ്റാൻ. തൊട്ടടുത്ത സൂറത്തുൽ ഹശ്ർ. എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈ സൂറത്ത് ഉപകരിക്കുന്നതാണ്. മഹാന്മാർ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയുമോ? ഒരു മഹാൻ പറഞ്ഞു, മരണമൊഴികെയുള്ള എല്ലാ ആപത്തിനും സൂറത്തുൽ ഹശ്ർ മതി. മരണമൊഴികെയുള്ള എല്ലാ ആപത്തിൽ നിന്നും രക്ഷയ്ക്ക് സൂറത്തുൽ ഹശ്ർ മതി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. മരണത്തിന് പരിഹാരമില്ലല്ലോ. മരണം എന്തായാലും പിടികൂടും, ഒരു ദിവസം മരണം പിടികൂടും. മരണമല്ലാത്ത ഏത് ആപത്താണെങ്കിലും അതിന് പരിഹാരമായി സൂറത്തുൽ ഹശ്ർ ഓതിയാൽ മതി. സൂറത്തുൽ ഹശ്ർ സ്ഥിരമായിട്ട് ഓതുക, ഓതി ദുആരക്കുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഹശ്ർ അഊദും ബിസ്മിയും ചേർത്ത് 22, 23, 24 എന്നീ ആയത്തുകളെ 70,000 പ്രാവശ്യം ഓതിയാൽ ഷഹീദിൻ്റെ പദവി കിട്ടുന്നതാണ്. അപ്പോൾ സൂറത്തുൽ ഹശ്റിലെ 22, 23, 24 ആയത്തുകൾ അഊദും ബിസ്മിയും ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ആദ്യം 22 അഊദും ബിസ്മി ഓതുക, 22, 23, 24 ആയത്തുകൾ ഓതുക, വീണ്ടും അഊദും ബിസ്മി ഓതുക, 22, 23, 24 ആയത്തുകൾ ഓതുക. അങ്ങനെ ഓരോ പ്രാവശ്യം ഓതുമ്പോഴും അഊദും ബിസ്മിയും ചേർത്തുകൊണ്ട് 70,000 പ്രാവശ്യം ഓതിയാൽ ഷഹീദിൻ്റെ പദവി കിട്ടുന്നതാണ്, ഷഹീദിൻ്റെ കൂലി കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പഠിച്ചതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഒരുപാട് പേര് ഈ അസുഖം മാറാൻ വേണ്ടി, ക്യാൻസർ ബാധിച്ചവർ, പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അസുഖം ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചവരുണ്ട്. അതുപോലെ തന്നെ ഭർത്താവിന് ചെറിയ ജോലി ആയതുകൊണ്ട് തന്നെ വരുമാനം കുറവാണ്. അങ്ങനെ വരുമാനം കുറവായതുകൊണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, വീടില്ലാത്ത ബുദ്ധിമുട്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടാണ് ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും പരിഹാരം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് 124,000 വരുന്ന അംബിയാ മുർസലീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവർക്കെല്ലാവർക്കും, ആരൊക്കെയാണോ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത്, അവർക്കെല്ലാവർക്കും എല്ലാവിധ പരിഹാരങ്ങളും അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റഹ്മാനെ, അല്ലാഹു നിന്നെ കണ്ടുകൊണ്ട് ഏൽപ്പിച്ചതാണ്. മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവർക്കൊക്കെ നീ പരിഹാരം കൊടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. നിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയെ മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, നിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണേ അല്ലാഹ്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. പടച്ചവനെ, അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണം റഹ്മാനെ. അതുപോലെ ബിസിനസ്സിൻ്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു അവരുടെ ബിസിനസ്സിൻ്റെ എല്ലാ തടസ്സങ്ങളും
നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ ബിസിനസ്സിൻ്റെ എല്ലാ തടസ്സങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. എല്ലാവിധ വിജയങ്ങളും നീ നൽകണം റഹ്മാനെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.